ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു വ്യത്യസ്ത വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് പഴയ കാലത്ത് കേരളത്തിൽ അന്യം നിന്നുപോയ ഒരു കാലത്തെ സൈക്കിൾ യജ്ഞ പരിപാടിയിലേക്കാണ്. വീണ്ടും കേരളത്തിൽ സൈക്കിൾ യജ്ഞം എന്നുള്ള കലാപരിപാടി പുനർജനിക്കുന്നു. അത് മലയാളത്തിൻ്റേതല്ല, കർണാടകത്തിൻ്റേതാണ്. അതാണ് വ്യത്യാസം. പണ്ടുകാലത്ത് ഇത്തരം കലാപരിപാടികളാണ് നമ്മുടെയൊക്കെ ബാല്യങ്ങളിൽ ആകെ ആസ്വദിക്കാനുണ്ടായിരുന്നത്. ഒരു കാലത്ത് ഭാരത സർക്കസും ഇത്തരം കൊച്ചു കൊച്ചു കലാപരിപാടികളുമായിരുന്നു യുവതകളുടെയും മുതിർന്നവരുടെയും ഒക്കെ ആസ്വാദന മേഖല. ഇന്ന് കാലം മാറി. എന്നാൽ ഇത്തരം കലാപരിപാടികൾ വീണ്ടും പുനർജനിക്കുമ്പോൾ അത് വല്ലാത്തൊരു കാഴ്ചയായി നമ്മളിൽ അനുഭവിക്കുകയാണ്, നമ്മൾ ആസ്വദിക്കുകയാണ്. കർണാടകക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ പുതിയ ഉദ്യമമായി വീണ്ടും മൂവാറ്റുപുഴയ്ക്കടുത്ത് പുളിഞ്ചോട്ടിൽ ഇത്തരമൊരു സൈക്കിൾ യജ്ഞ പരിപാടി അങ്ങനെ ആരംഭിക്കുകയാണ്. അത്തരം കാഴ്ചകളിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. അന്യം നിന്നുപോയ പഴയകാല സംസ്കൃതികളൊക്കെ പൊടി തട്ടി വീണ്ടും പുനർജനിക്കുമ്പോൾ ഇത്തരം കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാനാകും. നമ്മുടെ നാട്ടുകാരില്ല ഇത് ഡാൻസ് പരിപാടിയല്ല. മുത്തത്തിൽ ഇഷ്ടമേറുക ഇല്ല, ഇംഗ്ലീഷ് മുത്തത്തിൽ കഷ്ടമേറുക. വീണ്ടും ഇത്തരം കലാപരിപാടികൾ ആദ്യമേ നമ്മൾ കാണുമ്പോൾ നമുക്ക് ആശങ്ക തോന്നും, ഇതിലെന്താണ് ഒരു പുതുമ എന്ന്. പക്ഷേ ഒരു കാലത്ത് നാടിനെ ആകെ ഇളക്കി മറിച്ചിരുന്ന ലേലം വിളികളും സൈക്കിൾ അഭ്യാസങ്ങളും സൈക്കിൾ യജ്ഞങ്ങളുമൊക്കെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് അത് ഓർമ്മ കാണില്ല. എന്നാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊരു വിസ്മയ കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചകൾ വല്ലാത്തൊരു അനുഭൂതിയാണ് വീണ്ടും നമ്മളിലേക്ക് ഓടിയെത്തിക്കുന്നത്. എന്നാലും മുതിർന്ന കുട്ടികൾക്ക് എന്തു തന്നെയായാലും ഇതൊരു അനുഭവമാണ്. ഞാനും എൻ്റെ കൊച്ചുമകനും കൂടി ഇത്തരമൊരു വേദിയിലേക്ക് എത്തപ്പെടുകയുണ്ടായി. ആപാലവൃത്തം ജനങ്ങളാണ് ഈ പരിപാടി കാണുവാൻ മൂവാറ്റുപുഴ പുളിഞ്ചോട് കവലയിൽ എത്തിപ്പെട്ടിട്ടുള്ളത്. കർണാടകക്കാരനായ 2-3 ചെറുപ്പക്കാർ അവരുടെ മെയ്വഴക്കവും അഭ്യാസ പ്രകടനങ്ങളും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. സൈക്കിളിൽ ചുറ്റിയുള്ള ഇത്തരം കലാപരിപാടികൾ ഇന്നത്തെ തലമുറയ്ക്ക് കാണുമ്പോൾ വലിയ അഭ്യാസങ്ങളൊന്നുമായി അവർക്ക് ഒരു പക്ഷേ അനുഭവപ്പെട്ടില്ല എന്ന് വരാം. എന്നാലും നമ്മുടെ നാടിന് ഇത് സുപരിചിതമാണ്, പ്രത്യേകിച്ചും കേരളം. പണ്ട് കാലത്ത് അബ്ദുൽ ജബ്ബാർ എന്ന ഒരു വലിയ സൈക്കിൾ യജ്ഞക്കാരൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം നിരന്തരം പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ആ ഒരു ഓർമ്മയാണ് ഇത് കാണുന്നത്. ₹1, 50 രൂപയും 100 രൂപ തുട്ടുകളുമൊക്കെ വലിച്ചെറിയുമ്പോൾ അത് വന്നെടുക്കുകയും സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ എടുക്കുന്ന ചില കാഴ്ചകളുമൊക്കെ അന്ന് നമുക്ക് അമ്പരപ്പായിരുന്നു ഉളവാക്കിയിരുന്നത്. ഇന്ന് മാജിക്കും അതുപോലെ ഇത്തരം കലകളുമൊക്കെ കണ്ട് നമുക്ക് തഴമ്പിച്ചവരെ സംബന്ധിച്ച് ഇതൊന്നും ഒരു കാഴ്ചയല്ല. പക്ഷേ ആ ഒരു സംസ്കൃതി തിരികെ എത്തുമ്പോഴുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാക്കുന്ന സന്തോഷം. ഇതൊന്നും അന്യം നിന്നിട്ടില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് അതിലൂടെ ഒരു ചുറ്റിസഞ്ചാരം, ഒരു പുറകോട്ടുള്ള ഒരു പാച്ചിൽ, കഴിഞ്ഞുപോയ കാഴ്ചകളെ തിരികെ പിടിക്കുന്ന ഒരനുഭൂതിയാണ് ഇതെല്ലാം കാണുമ്പോൾ ഉണ്ടാകുക. അഭ്യാസം കൃത്യമായി അതിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളുമായി അവർ അരങ്ങേറ്റം കുറിച്ചു കഴിഞ്ഞു.
പച്ചപ്പാണിൻ്റെ സന്തോഷം ഇത്തരം പഴയകാല സ്മൃതികളൊക്കെ എവിടെയെങ്കിലുമൊക്കെ തരപ്പെട്ട് കിട്ടുമ്പോൾ അത് പകർത്തി നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്, തന്നെയുമല്ല ഒരു ലൈക്ക് അടിക്കാനും. അങ്ങനെ എല്ലാവരോടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം. കൈയടിച്ച് പ്രോത്സാഹനം ആണ് കലാകാരൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നാണ് അദ്ദേഹം മൈക്കിലൂടെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജാതിയോ മതമോ അല്ലെങ്കിൽ വംശമോ ദേശമോ ഒന്നുമില്ലാത്ത നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കയ്യടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ അഭിപ്രായങ്ങളും ആ അനൗൺസ്മെൻറ്റും ഡാൻസുകളും ഈ അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ കാണുമ്പോൾ പഴയ കാലങ്ങൾ വീണ്ടും തിരികെ കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെപ്പോലുള്ളവരും. പുതിയ തലമുറ അത് വ്യത്യസ്ത തലങ്ങളിലാണ് ആസ്വദിക്കുന്നത്. ഏത് കലയായാലും ആസ്വദിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ്. കലാകാരന്മാരെല്ലാവരും ഓരോ വ്യത്യസ്ത കലകൾ അവതരിപ്പിക്കുമ്പോൾ അത് ആസ്വദിക്കാനുള്ള കഴിവ് വല്ലാത്തൊരു അനുഭൂതിയാണ്. അതും മറ്റൊരു കലയാണ് എന്ന് നാം തിരിച്ചറിയണം. കലകൾക്ക് അതിരുകളില്ല എന്ന് നാം പറഞ്ഞു. കർണാടകക്കാരനായ ഒരു ചെറുപ്പക്കാരൻ ഇവിടെ സൈക്കിൾ അഭ്യാസം നടത്തുമ്പോൾ നമ്മൾ മലയാളികൾ അത് ആസ്വദിച്ച് കൈയടിക്കുന്നു. ഇതാണ് കലയുടെ പ്രത്യേകത. കലയ്ക്ക് അതിർവരമ്പുകളില്ല എന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും അതാണ്. അങ്ങനെ പഴയ ഒരു സൈക്കിളജ്ഞ പരിപാടി വീണ്ടും കണ്ടാസ്വദിച്ചതിൻ്റെ സന്തോഷത്തിൽ ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾക്കേവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.